പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പിന്നെയും ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വീകരിപ്പാൻ കർത്താവ് കൃപ നൽകിയല്ലോ. വചനദീപ്തി സാക്ഷ്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട സമയമാണിത്. ദൈവത്തിന്റെ കൃപയാല് ദൈവം നമ്മളെ നടത്തുന്നു. തിരുവചനം പറയുന്ന പോലെ ഒരിക്കൽ നാം അന്ധകാര കുഴിയിലായിരുന്നു. സത്യത്തിന്റെ ആത്മാവ് നമ്മെ സത്യം മനസ്സിലാക്കി തന്ന് നമ്മെ സ്വതന്ത്രരാക്കുവാൻ തക്കവണ്ണം താല്പര്യം കാണിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുവാനും അവന്റെ വഴിയിലേക്ക് കടന്നു വരുവാനും നമുക്ക് ഭാഗ്യം തന്നതുകൊണ്ട് നാം ഒക്കെയും ഈ ഭൂപ്പരപ്പിൽ വളരെ സന്തോഷത്തോടെ ആയിരിക്കുകയാണ്. നമുക്ക് അനേക അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അനേകരുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വചനദീപ്തിയിലും അനേക അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുവാൻ പല പ്രിയപ്പെട്ടവരും എന്നോട് പറയുകയുണ്ടായി. അത് താല്പര്യപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ആ ദൗത്യം ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മളുടെ സാക്ഷ്യങ്ങൾ മറ്റൊരാൾക്ക് കേൾക്കുമ്പോൾ അനുഗ്രഹിക്കത്തക്ക നിലയിൽ ദൈവം നടത്തേണ്ടതിന് മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമായി മാറുവാൻ ദൈവം ഇടയാക്കുന്നു. അപ്രകാരം തന്നെ നമുക്കും ഇന്ന് അനുഗ്രഹീതയായ ഒരു കർത്താവിന്റെ ദാസിയാണ് തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കേണ്ടതിനാണ് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിന്റെ ദാസിക്ക് നമ്മൾ സമയം കൊടുക്കുന്നതിന് മുൻപായിട്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലായിരിക്കാം. അനുഗ്രഹീതമായ സാക്ഷ്യം നമുക്ക് കേൾക്കണം. തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കർത്താവ് തന്നിലൂടെ അറിയിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോരുത്തരുടേതായ അനുഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമായി മാറണം. നമ്മളുടെ അനുഗ്രഹങ്ങൾ നമുക്കും മറ്റുള്ളവർക്കും പങ്കുവെക്കുവാൻ ഈ വചനദീപ്തി പ്ലാറ്റ്ഫോം ഒരു വേദിയായി മാറട്ടെ. അതിന് നിങ്ങൾക്കൊരു മുഖാന്തരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ വചനദീപ്തിയിലൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ ഒരു വേദി പങ്കിടുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനേക സാക്ഷ്യങ്ങൾ, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുമെന്ന് അവിടുത്തെ തിരുവചനത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ട്. കർത്താവെ, ഇന്ന് പകൽക്കാലത്തെങ്കിൽ അങ്ങയുടെ ദാസി തന്റെ ജീവിത അനുഭവത്തിലൂടെ ഞങ്ങളോട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കപ്പെടുന്ന അനേകർക്ക് ആശ്വാസത്തിനും അവരുടെ ജീവിതത്തിലെ വലിയ വിടുതലിനും യേശു കർത്താവിനെ അതിൻ്റെതായ പൂർണ്ണതയിൽ കണ്ടുകൊണ്ട് ആത്മീയ വർധനയ്ക്ക് കാരണമാക്കുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസിയോട് കൂടെ ഇരിക്കണമേ. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ. ആത്മാവിന്റെ നിറവിൽ കർത്താവെ താൻ സാക്ഷിക്കുവാനും തനിക്ക് നൽകപ്പെടുന്ന തിരുവചനങ്ങൾ പറയുവാനും കർത്താവ് സഹായിക്കണം. അതിനായിട്ട് അപ്പച്ചന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ ദാസി സുനിത ബിജു നമ്മുടെ നടുവിൽ ഇന്ന് സാക്ഷ്യവുമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസിയെ വചനദീപ്തിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം കേൾക്കുവാൻ തയ്യാറാകാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നു. സുനിത, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? പേരെനിക്കറിയാം, ഒന്ന് തന്നെത്താൻ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ എവിടെ നിന്നാണ് ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ കോതമംഗലം പുന്നേക്കാട് ദേശത്തു നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്റെ ഭവനത്തില് ഞാനും 2 പെൺകുട്ടികളും അമ്മയുമാണ് ഉള്ളത്. സ്തോത്രം. ഇപ്പൊ അമ്മയും 2 പെൺകുട്ടികളും മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങൾ 4 പേരടങ്ങുന്നതാണ് കുടുംബം? അതെ. പ്രൈസ് ദി ലോർഡ്. സുനിതയ്ക്ക് ഒത്തിരി ബാല്യകാല സ്മരണകൾ കാണുമല്ലോ ജീവിതത്തിൽ. ഒത്തിരി പശ്ചാത്തലങ്ങൾ കാണും. അതിലൂടെ കർത്താവിനെ അറിഞ്ഞതായ വഴികളൊക്കെ കാണുമല്ലോ. നന്നായി പറയുവാനായിട്ട് ആ ബാല്യകാല സ്മരണകളെ പറ്റി ഒന്ന് ഓർത്ത് എടുക്കാൻ പറ്റുന്നുവെങ്കിൽ നല്ല നല്ല ഓർമ്മകൾ പറയുവാൻ കഴിയുമല്ലോ. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. സ്തോത്രം. ഏകദേശം 10ാം ക്ലാസ് കഴിയുമ്പോഴാണ് ഞാൻ ദൈവത്തെ കുറിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നത്. സ്തോത്രം. അതുവരെയും നമ്മളായിരിക്കുന്ന ആ പശ്ചാത്തലത്തിലായിരുന്നു നമ്മുടെ ജീവിതം. ഹല്ലേലൂയ.
അതിനുശേഷം ഞാൻ ദൈവത്തെ അറിയാൻ ഇടയായത് എൻ്റെ പിതാവിന്റെ സഹോദരൻ മൂലമാണ്. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നത്. അത് പറയുമ്പോൾ തന്നെ അല്പമായിട്ട് എൻ്റെ ചാച്ചന്റെ സാക്ഷ്യം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് പങ്കുവെക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവിന്റെ അനുജൻ ഒരു വികലാംഗനാണ്. ചെറുപ്പത്തിലെ പോളിയോ വന്നതിന് ശേഷം കാലുകളും കൈകളും ഒരു വികലാംഗത്വത്തിലാണ്. എങ്കിലും കർത്താവ് വിദ്യാഭ്യാസം കൊടുത്തു. അതിനുശേഷം ഒരു ജോലിയും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ജോലിയൊന്നും കിട്ടിയില്ല. ആ സാഹചര്യത്തിൽ നാട് വിട്ടു പോകുവാൻ ഇടയായി തീർന്നു. ഏകദേശം 10 വർഷത്തോളം ചാച്ചൻ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. അങ്ങനെ തിരിച്ചു മടങ്ങി വന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിലെ പഠനം പൂർത്തിയാകുന്ന ആ സമയത്താണ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ചാച്ചൻ തിരിച്ചു വന്നത് ഒരു സുവിശേഷകനായിട്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കടന്നുപോയ വഴികള് വലിയ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നു. പക്ഷെ ആ സമയത്തൊക്കെയും ഞാൻ കണ്ടുവന്നിരുന്ന ആ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വെറുക്കപ്പെട്ട വിഭാഗമായിരുന്നു. ഹല്ലേലൂയ. പല സ്നാനങ്ങളും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇവർക്ക് എന്താ ഇപ്പൊ മതം മാറാൻ ഇങ്ങനെ വല്ല ഭ്രാന്തും ഉണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിച്ച് നമുക്ക് ആ ഭാഗത്തോടൊരു ഇഷ്ടമില്ലാത്ത ഒരു അനുഭവമായിരുന്നു. പക്ഷെ ചാച്ചന്റെ ഈ കഥകളെല്ലാം, ഈ അനുഭവ സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങളോട് പങ്കുവെച്ചപ്പോഴും എനിക്ക് ഒന്നും തോന്നിയില്ല. ചാച്ചൻ ഭക്ഷണം കഴിക്കാതെ കിടന്ന സമയത്ത് വേസ്റ്റ് എച്ചില് വലിച്ചെറിയുന്നത് നോക്കിയിരുന്ന ആ ഒരു അനുഭവം ഒക്കെ ഞങ്ങളോട് ഒത്തിരി കഷ്ടം തോന്നി. പക്ഷെ ആ സമയത്ത് ചാച്ചനോട് ദേവദാസൻ വിളിച്ചുകൊണ്ടുപോയി ബൈബിൾ കോളേജിൽ കൊണ്ടുപോയി ഒരു സുവിശേഷകനായി തീർത്താണ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെ സുവിശേഷം കേൾക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ആ സമയങ്ങളിൽ പറയുവാണെങ്കിൽ ഒരുപാട് കഷ്ടതയിലൂടെ, ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒന്ന്, ഞങ്ങളുടെ വീട്ടിലെ സമാധാനമില്ല. എന്നാൽ എൻ്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാമല്ലോ, ഹല്ലേലൂയ, ഭവനത്തില് മദ്യപിച്ചു വരുന്ന പിതാവ് വഴക്ക് കൂടും. അങ്ങനെ രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത അനേക രാത്രികൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. സ്തോത്രം. അങ്ങനെ എങ്ങനെ തിരിഞ്ഞു? എത്ര മക്കളായിരുന്നു? ഞങ്ങള് സഹോദരൻ കൂടി ഒന്ന് ചേർത്ത് പറയാമോ? ഓക്കെ, ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളാണ്. ഞാനാണ് മൂത്തത്. എനിക്കൊരു അനിയത്തിയും ഉണ്ട്, ഒരു അനുജനും ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. സ്തോത്രം. എല്ലാം ഉണ്ടായിരുന്നു, ഭക്ഷണം അങ്ങനെയല്ല. പക്ഷെ എങ്കിലും സമാധാനം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. സ്തോത്രം. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ചാച്ചൻ എന്നോട് ഇങ്ങനെ സുവിശേഷം പങ്കുവെച്ചു. നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം, നമുക്കൊരു നിത്യതയുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല, ചാച്ചൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് അതെല്ലാം ക്ലിയർ ആകുന്നുണ്ട്. പക്ഷെ അന്നൊന്നും ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെന്തിനാ നമ്മളിപ്പോ ഈ ദൈവത്തെ ആരാധിക്കുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ദൈവങ്ങളുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, അതൊക്കെ മതി എന്നൊക്കെ ചാച്ചനോട് പറയുവാൻ ഇടയായി തീർന്നു. പക്ഷെ അതല്ല, സത്യമായൊരു ദൈവമുണ്ട്, അതൊരു മതമല്ല. അങ്ങനെ അനേക സാക്ഷ്യങ്ങളുടെ പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ തന്നു. അതൊക്കെ ഞാൻ വായിച്ചു. ഞാൻ അങ്ങനെ വായിക്കാൻ ഇടയായി തീർന്നു. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് നല്ല മാർക്കോടുകൂടി തന്നെ ഞാൻ പാസ്സായി. തുടർന്ന് പിതാവ് പറഞ്ഞു, നിന്നെ പഠിപ്പിക്കാൻ വിടുന്നില്ല. ഹല്ലേലൂയ. അതോടുകൂടി എൻ്റെ മനസ്സാകെ തകരുവാൻ ഇടയായി തീർന്നു. അതിൽ ഫസ്റ്റ് ക്ലാസ്സോടി പാസ്സായി എനിക്ക് പ്രീ ഡിഗ്രിക്ക് പോകാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് കോളേജിൽ പോകണ്ട എന്ന് പറഞ്ഞ് എന്നെ തടസ്സം ചെയ്തു. പിന്നീട് ചാച്ചൻ എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. ഹല്ലേലൂയ. അങ്ങനെ ഞാനും ഒന്ന് പരീക്ഷണാർത്ഥം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ചാച്ചൻ പറഞ്ഞു തന്ന വാക്യങ്ങള് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. അപ്പൊ +2 ആ സമയത്ത് തുറന്നു. ഓരോ സ്കൂളുകളിലും നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് +2 പഠനം തുടങ്ങിയെന്ന് ന്യൂസ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് കോളേജിൽ പോകണ്ട, എനിക്ക് സ്കൂളിൽ പോകുന്നതിന് കുഴപ്പമില്ലല്ലോ അച്ഛാ, എന്നെ ഒന്ന് പഠിപ്പിക്കാൻ വിടണം എന്ന് വളരെ കരഞ്ഞ് ഞാൻ പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ +2 പഠിക്കാൻ എനിക്ക് അനുമതി കിട്ടി. സ്തോത്രം. +2 അഡ്മിഷനും കിട്ടി. വളരെ സന്തോഷത്തോടെ ഞാൻ കടന്നുപോയി. പിന്നീടും ദുഃഖങ്ങൾ കടന്നു വന്നു. ഹല്ലേലൂയ. പഠിക്കാൻ പിന്നെയും കഴിഞ്ഞില്ല. +2 ഡിസ്റ്റിങ്ഷൻ മാർക്കോടെ പാസ്സായി. പിന്നെയും പിതാവ് പഠിപ്പിക്കാൻ വിട്ടില്ല. അതിനുശേഷം അതോടുകൂടി എൻ്റെ പഠന ജീവിതം അവിടെ തീർന്നു. പിന്നെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും കുറച്ചൊക്കെ കർത്താവിനെ കുറിച്ച് ഞാൻ അറിയാൻ തുടങ്ങി. എനിക്ക് വിഗ്രഹങ്ങളെ വെറുപ്പായി തുടങ്ങി. അങ്ങനെയൊക്കെ ഞാൻ സാക്ഷ്യങ്ങൾ കേട്ട് ആ സാക്ഷ്യം അനുസരിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ കടന്നു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, സ്തോത്രം,
ഞാൻ ഒരു ദിവസം എനിക്ക് ആരാധനയ്ക്ക് പോകണമെന്ന് വളരെ ആഗ്രഹം തോന്നി. ഞാനും എൻ്റെ അനുജത്തിയും അനുജനും അമ്മയ്ക്ക് ഒരു ദിവസം വയറുവേദന വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആരാധനയ്ക്ക് പോകാൻ ഇടയായത്. അപ്പൊ ഈ വയറുവേദന കർത്താവിന്റെ സന്നിധിയിൽ വിടുതലുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ വയറുവേദന മാറ്റാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് അമ്മ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരണം. അങ്ങനെ അമ്മയും കൂട്ടി ഞങ്ങൾ 3 പേരും പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി ഒരു ദിവസം. പക്ഷെ അന്ന് അച്ഛൻ പതിവില്ലാതെ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ ആരാധനയ്ക്ക് പോയത് അച്ഛൻ അറിഞ്ഞു. അങ്ങനെ വളരെ വിഷയം അവിടെ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത രാത്രി ആയിരുന്നു. മദ്യപിച്ച് വരുന്ന അച്ഛനാണല്ലോ. ഹല്ലേലൂയ. ഒരുപാട് ഞങ്ങളെ ചീത്ത പറഞ്ഞു, നമ്മെ തല്ലുവാനിടയായി. പക്ഷെ ആ തല്ലൊന്നും എനിക്ക് വേദനിച്ചില്ല. കർത്താവ് ആ വേദനകളെല്ലാം ക്രൂശില് മരിച്ചതുപോലെ എൻ്റെ അടികളെല്ലാം എൻ്റെ കർത്താവ് വഹിച്ചു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവമായിരുന്നു. എൻ്റെ പിതാവിന്റെ അമ്മയും രക്ഷിക്കപ്പെട്ട ദിവസമായിരുന്നു അന്ന്. ഹല്ലേലൂയ. അമ്മയെ തല്ലി, അങ്ങനെ ഒരുപാട് അമ്മ വീഴുവാനിടയായി. അമ്മയുടെ കാല് പൊട്ടി. അങ്ങനെ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഒരു രാത്രിയായിരുന്നു അത്. ഞങ്ങളെ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങളൊരു ഭവനത്തില് ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ പറമ്പിൽ നിന്ന് വരെ ഞങ്ങളെ അച്ഛനും പിതാവെന്ന് ഓടിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. പിറ്റേന്ന് രാവിലെ അന്ന് രാത്രി ഞങ്ങൾ കിടന്നത് ചാച്ചന്റെ വീട് തൊട്ടടുത്താണെങ്കിലും അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ല. കാരണം അവിടേക്ക് അച്ഛൻ പോയി നോക്കുന്ന സ്ഥലമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു അടുത്ത ഭവനത്തിൽ പോയി കിടന്നുറങ്ങി. തിരിച്ച് രാവിലെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇന്ന ആളുടെ പേര് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. അത് ഹൈന്ദവ വിശ്വാസത്തിലുള്ള ഒരു ദൈവത്തിന്റെ പേരാണ്. ആ പേര് വിളിച്ചാലല്ലാതെ ഇങ്ങോട്ട് കയറണ്ട എന്ന് പറയുവാനിടയായി തീർന്നു. ഞങ്ങൾ വളരെ വിഷമിച്ചു. കാരണം ഞാൻ അറിഞ്ഞ ഒരു ദൈവമുണ്ട്. ഞാൻ നന്നായി ആ ദൈവത്തെ വിശ്വസിക്കുന്നു. എൻ്റെ യേശുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. എനിക്ക് 16 വയസ്സ് പ്രായമല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് ജോലിയില്ല, വിദ്യാഭ്യാസം ഞാൻ മുടങ്ങിപ്പോയി. അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്താണ് ഈ സംഭവം ഇടയായത്. അങ്ങനെ ഇരിക്കെ ഞാൻ ചാച്ചന്റെ അടുക്കൽ തന്നെ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ വീടും ചാച്ചന്റെ വീടും തൊട്ടടുത്താണ്, തൊട്ട് താഴെയാണ്, ഞങ്ങൾ മേളിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, എനിക്കിനി ഭവനത്തിൽ കയറണ്ട, എനിക്ക് എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കണം. അതുകൊണ്ട് എന്നെ ഒരു അനാഥാലയത്തിൽ എവിടെയെങ്കിലും എന്നെ കൊണ്ടാക്കണം. അവിടെ യേശുവിന് വേണ്ടി ജീവിക്കാലോ, എനിക്ക് അവിടെ വളരുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. എങ്കിലും എൻ്റെ ചാച്ചൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു, സുന്ദമോളെ, കർത്താവിന്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, അവരുടെ വാക്കുകളെ മാനിക്കുക എന്ന ദൈവവചനത്തിലുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നാം എന്തെല്ലാം കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും നമ്മുടെ മാതാപിതാക്കളെ എന്ത് ചെയ്യാൻ പാടില്ല? വേദനിപ്പിക്കാൻ പാടില്ല. അവരെ അനുസരിച്ചേ പറ്റൂ. അതുകൊണ്ട് നീ ദയവ് ചെയ്ത് ഭവനത്തിൽ കയറണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ദൈവങ്ങളെ ഒന്നും വിളിച്ചില്ല. ഞാൻ ഭവനത്തിൽ കയറുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. പിന്നീട് ഒരു എന്താ പറയാ, ജയിലിൽ കഴിയുന്ന ഒരു അനുഭവമായിരുന്നു. പുറം ലോകം കാണാൻ പിന്നെ പിതാവ് അനുവദിച്ചിട്ടില്ല. സ്തോത്രം. 19 വയസ്സ് വരെയും ആ ഭവനത്തിന്റെ ഉള്ളിൽ ഞാനും, അനിയത്തിക്കും പഠിക്കാൻ കഴിഞ്ഞില്ല. അവളും +2 വരെ പഠിച്ച് അവളുടെ പഠനവും നിർത്തി. ഞങ്ങൾ രണ്ടുപേരും ദൈവത്തെ ആരാധിക്കുകയും ഭവനത്തിലെ പണികൾ എടുക്കുകയും, പുറത്തൊരു കല്യാണത്തിനോ ഒരു മരണത്തിനോ പോലും ഞങ്ങളെ കൊണ്ടുപോകത്തില്ല. എന്തിനു പറയുന്നു, തൊട്ട് താഴെ കിടക്കുന്ന എൻ്റെ ചാച്ചനോടും കുഞ്ഞമ്മയോടും പോലും മിണ്ടാൻ അനുവാദമില്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ജയിലിൽ എങ്ങനെ നമ്മൾ ആയിരിക്കുന്നുവോ അതുപോലെ ഭക്ഷണം കിട്ടും. സ്തോത്രം. എങ്കിലും അങ്ങനെ ഒരു അനുഭവത്തിലൂടെ ആണെങ്കിലും എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം വായിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ സന്തോഷം ആ വചനത്തിലൂടെ കണ്ടെത്തി. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നല്ലോ, സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ, കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന. സ്തോത്രം. അങ്ങനെ ഓരോ സാക്ഷ്യങ്ങളുടെ പുസ്തകങ്ങൾ പിന്നെയും ഇവരറിയാതെ ചാച്ചന്റെ അടുത്ത് പോയി ഞങ്ങള് പുസ്തകങ്ങൾ വാങ്ങുകയും ബൈബിളൊക്കെ എനിക്ക് തന്നു. അങ്ങനെ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാൻ 3 വർഷക്കാലം ദൈവത്തോട് കൂടെ ആയിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പിന്നീട് വിവാഹാലോചന വന്നപ്പോൾ വീണ്ടും ഞാൻ ചിന്തിച്ചു, കർത്താവ്, ഇനി ഞാൻ എന്ത് ചെയ്യും? ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാല് ഞാൻ ദൈവത്തെ അറിഞ്ഞ ആളാണ്. അപ്പോൾ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയെ കൊണ്ടാണല്ലോ കർത്താവെ ഞാൻ വിവാഹം കഴിക്കേണ്ടത്. പക്ഷെ അച്ഛനും അമ്മയും ശക്തമായി എതിർക്കുന്നു. ഭവനത്തിലെല്ലാം എല്ലാവരും എതിർക്കുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അപ്പൊ വീണ്ടും ദൈവിക ആലോചനയ്ക്കായി ഞാൻ ചാച്ചന്റെ അടുത്ത് പോയി. വേറെ ആരും എനിക്ക് അറിയില്ല. ചാച്ചൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, യോസേഫിനെ മാനിച്ചതുപോലെ നിന്നെ ദൈവം മാനിക്കും. നീ ആ കുടുംബത്തിലേക്ക് കടന്നു പോകണം. ആ കുടുംബം നീ മുഖാന്തരം രക്ഷിക്കപ്പെടും. ആയതിനാൽ നീ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് മുന്നേറണം. അവിടെ ദൈവം നിന്റെ കൂടെ, നീ എവിടെ പോയാലും ദൈവം നിന്റെ കൂടെ വരും. ഹല്ലേലൂയ. നീ ഒരു സത്യം അറിഞ്ഞു. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നല്ലോ, യോഹന്നാൻ സുവിശേഷം 14:38
8:32 പറയുന്ന പോലെ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഒരു ദിവസം ഈ സത്യം നിന്നെ സ്വതന്ത്രമാക്കും. നീ ധൈര്യത്തോടെ അങ്ങോട്ട് കടന്നു പോകണം. ഒന്നും വിചാരപ്പെടരുത്, ഒന്നും വിഷമിക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്നെ അയക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വിവാഹാലോചനകൾ കടന്നു വന്നു. സ്തോത്രം. പുന്നേക്കാട് ദേശത്ത് നിന്ന് ബിജു എന്ന് പറയുന്ന ഹല്ലേലൂയ സഹോദരനുമായി വിവാഹം കഴിയുവാൻ അങ്ങനെ ഇടയായി തീർന്നു. അതോടുകൂടി ആ ഒരു കാലം അവസാനിച്ചു. സ്തോത്രം. പക്ഷേ എന്തിനു പറയുന്നു, മദ്യപാനിയായ അച്ഛനിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്ന് കരുതി ചെന്നത് മദ്യപാനിയായ ഒരു ഭർത്താവിന്റെ അടുക്കലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പണ്ട് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, എന്താ മുള്ളിൽ നിന്ന് മറ്റൊരു മുള്ളിലേക്ക് എറിയപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. സ്തോത്രം. ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ കേട്ടാൽ ഞെട്ടുന്ന ഒരു ഭവനത്തിലേക്കാണ് ഞാൻ കടന്നുപോയത്. ചാച്ചൻ പറയുന്ന പോലെ ഒരു അനുകൂല അവസ്ഥ ഞാൻ അവിടെ കണ്ടില്ല. കാരണം ബൈബിളല്ല, ട്രാക്ട് കൊണ്ട് പോലും ഒരു ദേവദാസൻ വന്നാൽ ആ ഭവനത്തിൽ നിന്ന് അവരുടെ മുമ്പിൽ വെച്ച് ആ ട്രാക്ട് വലിച്ചു കീറി അവരുടെ മുഖത്തെറിയുന്ന ഒരു മാതാവ് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ പിതാവിന്റെ മാതാവായിരുന്നു. ഹസ്ബൻഡിന്റെ അമ്മയും ഉണ്ട്. ഈ രണ്ടമ്മമാരും ഞങ്ങളുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും സുവിശേഷം ഇഷ്ടമല്ല. മാത്രമല്ല അവരെ വളരെ അപമാനിച്ച് അവിടെ നിന്നും പറഞ്ഞയക്കുന്ന ഒരു സ്വഭാവമുള്ള ഭവനത്തിലേക്കാണ് ഞാൻ കടന്നുപോയത്. എവിടെ എനിക്ക് വാതിൽ തുറക്കും അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. രാത്രിയാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ബൈബിൾ വായിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം ഇത് അവർക്ക് വെറുപ്പാണല്ലോ. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ രാത്രിയിൽ എഴുന്നേറ്റ് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ കർത്താവ് എന്നോട് സംസാരിച്ചു, ഞാനിനി എന്ത് ചെയ്യും? അപ്പൊ ആരാധനയ്ക്ക് എനിക്ക് പോകാൻ കഴിയില്ല, പ്രാർത്ഥിക്കാനും കഴിയില്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ഇങ്ങനെ സംസാരിച്ചു, നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അങ്ങനെ ഹല്ലേലൂയ മൗനമായിരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഭർത്താവ് ഒരു ദിവസം എൻ്റെ അച്ചമ്മ, അവിടുത്തെ അച്ചമ്മ ഇങ്ങനെ ഞാൻ ബൈബിൾ വായിക്കുന്നത് കാണുവാൻ ഇടയായി തീർന്നു. അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഹല്ലേലൂയ. ബൈബിളൊക്കെയും എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് അത് വലിച്ചെറിയുവാൻ ഇടയായി തീർന്നു. മേലാൽ ബൈബിൾ വായിക്കരുത്, ബൈബിൾ ഇവിടെ വേണ്ട. ഇത്രയും ഇങ്ങനെ ഒരു കൂട്ടത്തെ പെന്തക്കോസ്തൊന്നും പറയത്തില്ല, പൊന്തക്കോസ്തുകാരെ ഇവിടെ കയറ്റത്തില്ലാത്ത വീടാണ്. ആ സമയത്താണോ നീ ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എത്രയോ ദൈവങ്ങളുണ്ട്, അവരോട് പ്രാർത്ഥിച്ചോളണം, ഇതിവിടെ പാടില്ല എന്ന് പറഞ്ഞ് എറിയുവാൻ ഇടയായി. ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഞാൻ അത് കൂടിയെടുത്ത് ഇവർ കാണാതെ, പിന്നെ ഇവർ കണ്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ കാണാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 7 വർഷക്കാലം ഞാൻ അങ്ങനെ ആ ഭവനത്തിന്റെ ഉള്ളിൽ അവിടെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ഹോട്ടലായിരുന്നു. സ്തോത്രം. ചെറിയൊരു ബിസിനസ് ആയിരുന്നു അത്. ചെറിയ കഞ്ഞിയും ഏഷ്യാടുമായിട്ട് ഒരു ഹോട്ടലാണ്. ഞങ്ങളിങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നു, കടയിൽ പോകുന്നു. പക്ഷെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ കച്ചവടം വളരെ കുറഞ്ഞു തുടങ്ങി. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാതാവ് പറഞ്ഞത്, ഇന്ന സ്ഥലത്ത് പോയി ഇന്ന പോലെ ചെയ്ത എന്ത് ചെയ്യും, കച്ചവടമൊക്കെ വളരെ ഉണ്ടാകും, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഇന്ന അമ്പലത്തിൽ പോകണം. അപ്പൊ ഞാൻ അമ്പലത്തിൽ പോവില്ല എന്ന് ഇവർക്ക് അറിയാം. ഇങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലായി. എങ്കിലും അമ്പലങ്ങളിൽ പോകേണ്ട സാഹചര്യങ്ങളിൽ അവിടെ ചെന്ന് ഒരു തിരുമേനിയെ പോയി കാണാനും അവിടെ ചെന്ന് ഞങ്ങളെ എന്തൊക്കെയോ ഒരു ഭസ്മവും പ്രസാദവും ഒക്കെ തന്നു. പക്ഷെ ഞാൻ അവിടെ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ ദൈവത്തോടാ, ഈ വിഗ്രഹത്തിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിലും എന്റെ ഹൃദയം ദൈവത്തോട് പറ്റിയിരിക്കുന്നു. അപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചു, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തെ അറിയുന്ന നല്ല ദൈവം മനമുരുകി കരയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവം, പുറമേയുള്ളതല്ല ദൈവം നോക്കുന്നത്, നമ്മുടെ ഹൃദയമാ, നമ്മുടെ ഉള്ളിൽ എങ്ങനെയാ ഇരിക്കുന്നത്, ആ ഹൃദയത്തെ അറിയുന്ന ദൈവം എന്നെ മാനിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇതുകൊണ്ടൊന്നും ഹല്ലേലൂയ ഇനി ഒരു അമ്പലത്തിലും പോകാൻ ഇടയാകാതെ എനിക്കൊരു സ്വാതന്ത്ര്യം വേണം അപ്പാ. എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം, എനിക്ക് പുറത്തു വരണം, ഈ ബന്ധനത്തിൽ ഇനി എനിക്ക് കിടക്കാൻ വയ്യ. ഹല്ലേലൂയ, എൻ്റെ ദൈവത്തെ ആരാധിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം. ഓരോ പ്രാർത്ഥന കാണുമ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ശനിയാഴ്ച വൈകുന്നേരം വീട്ടിൽ പോകും, ഞായറാഴ്ച ചാച്ചൻ്റെ അടുത്ത് ആരാധനയ്ക്ക് പോകും. അങ്ങനെ ഞാൻ കടന്നുപോയി. അങ്ങനെ പോകുന്ന സമയത്തെല്ലാം ആരാധനയ്ക്ക് പോകുവാൻ ഇടയായി തീർന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ മൂത്ത കുഞ്ഞിന് 3 വയസ്സായ സമയത്ത് ചാച്ചൻ ഇങ്ങനെ പ്രസംഗിച്ചു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വചനം പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഞാൻ, കർത്താവെ, ഞാൻ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ വചനം പറഞ്ഞു കൊടുക്കും? ഈ വചനം എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പോലും വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, കർത്താവെ, എൻ്റെ കുഞ്ഞ് വചനം അറിഞ്ഞ് ജീവിക്കണം, ഒരു വഴി എനിക്ക് തുറന്നു തന്നേ പറ്റത്തുള്ളൂ. അന്ന് വളരെ കരഞ്ഞ് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായ സമയത്ത്, ഒരു 5 മാസം ഗർഭിണിയായ സമയത്ത് ചേട്ടായിക്ക് ഒരു രോഗം വരുവാൻ ഇടയായി തീർന്നു. വയറുവേദനയാലാണ് തുടങ്ങിയത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നുപോയി.
അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സ്തോത്രം, 25 ലക്ഷം രൂപ എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ഡോക്ടറെ, ഞങ്ങളുടെ വീട്ടിൽ കഴിയുന്നത് ഹല്ലേലൂയ പട്ടിണി ഇല്ലാതെ ഞങ്ങൾ കടന്നു പോകുന്നു എന്നേ ഉള്ളൂ. അതുപോലത്തെ ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ആ സമയത്ത് ഇത്രയും ലക്ഷം എന്തിനാ ഡോക്ടറെ എന്ന് ചോദിക്കാൻ ഇടയായി തീർന്നു. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ലിവർ മാറ്റിവെക്കണം. ഹസ്ബൻഡിന്റെ മഞ്ഞപ്പിത്തം വളരെ കൂടുതലാണ്, ലിവറിനെ ബാധിച്ചിരിക്കുകയാണ്. സ്തോത്രം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലിവർ മാറ്റിവെക്കാതെ എന്ത് ചെയ്യത്തില്ല, ഈ രോഗം മാറത്തില്ല. ഇത് കേട്ടതോടുകൂടി അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഹല്ലേലൂയ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ കൊച്ചിനെ 5 മാസം ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ അതിനൊപ്പം തന്നെ ഞങ്ങളുടെ വീട് ജപ്തി ചെയ്യാനായിട്ട് ഒരു നോട്ടീസ് അപ്പോൾ തന്നെ വരികയാണ്. അങ്ങനെ വീട് ജപ്തി ചെയ്യാൻ കിടക്കുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളോടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോഴൊക്കെ ഈ അമ്മ എന്നോട് പറഞ്ഞു, ഇവിടെ പോയിട്ടൊന്നും കാര്യമില്ല, ഇന്ന സ്ഥലത്ത് ഇന്ന ആളുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല, അവിടെ പോണം, അവിടെ ചെന്ന് തരുന്നത് അവിടെ ചെന്നാൽ ഇവന്റെ രോഗം മാറും, ആ ഭസ്മം ഇവന് കലക്കി കൊടുക്കണം, ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ അന്നേരം ഇങ്ങനെ ചിന്തിച്ചു. അമ്മയോടൊന്നും ഞാൻ പറഞ്ഞില്ല. അമ്മയോട് ഒരു എതിർത്തൊരു വാക്കോ, ഭർത്താവിനോട് പറഞ്ഞത് മിണ്ടരുതെന്നല്ലേ, അങ്ങനെ തന്നെ ഞാൻ മൗനമായിരുന്നു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്റെ ഭർത്താവ് ദൈവത്തെ അറിയണം, ഞാനല്ല ആദ്യം ദൈവസന്നിധിയിൽ ഇറങ്ങുന്നത്, എന്റെ ഭർത്താവ് മുന്നിട്ട് ഇറങ്ങണം, അതിന്റെ പുറകെ ഞാനും പോകും. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം കർത്താവ് തരും. കാരണം ഞാൻ മുന്നേ ഇറങ്ങിയ എന്റെ അഹങ്കാരമെന്നേ അവർ പറയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനല്ല, എന്റെ ഭർത്താവ് തന്നെ ദൈവത്തെ കണ്ട് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മാത്രമല്ല, ഈ ലിവറിന്റെ അസുഖം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, ആ വീട്ടിലെ അവസ്ഥകൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ചുനാൾ അവിടെ കിടന്നു, ആശുപത്രിയിൽ കിടന്ന് ഞങ്ങൾ ഭവനത്തിൽ മടങ്ങി വന്നു. അങ്ങനെ മരുന്ന് കൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ അമ്മച്ചി ഇങ്ങനെയും പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ കർത്താവിന് ലിവർ മാറ്റിവെക്കുവാൻ കഴിയും. ഒരു സാക്ഷ്യം ഞാൻ സാക്ഷ്യം കേട്ടത് കൊണ്ടാണ് അത് വിശ്വസിക്കാൻ ഇടയായത്. കർത്താവെ, അവയവങ്ങളെ മാറ്റിവെക്കുന്നവൻ കർത്താവാ. സ്തോത്രം. മനുഷ്യർക്ക് അസാധ്യം, ഡോക്ടർക്ക് അസാധ്യം, എന്നാൽ ഈ അവയവത്തിന് സൗഖ്യം കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അങ്ങനെ എഴുതി വെച്ച്, ഞാൻ പ്രത്യേകം എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ എഴുതി വെച്ച പ്രാർത്ഥിക്കാറ്. സ്തോത്രം. അപ്പൊ അങ്ങനെ ഒരു ബുക്കില് പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം എഴുതി വെക്കുവാൻ തുടങ്ങി. സ്തോത്രം. അങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞാൻ എഴുതി വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഞാൻ എഴുതി വെച്ചു, കർത്താവെ, എന്റെ ഭർത്താവിന്റെ ലിവർ ശരിയാകണം. ഹല്ലേലൂയ. അതിനൊരു സൗഖ്യം കർത്താവ് കൊടുക്കണം. ഏകദേശം 2007 2006 2007 ഈ അസുഖം വരുവാനിടയായി തീർന്നു. ഇതോടൊപ്പം തന്നെ പുള്ളിക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകാനിടയായി തീർന്നു. അത് ഞരമ്പ് ദ്രവിച്ചു പോയത്. ഇങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കുവാൻ കഴിയാതെ, ഹോട്ടലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ കച്ചവടം ചെയ്യാൻ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ. ഒത്തിരി കഷ്ടത, പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ സാഹചര്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോകാൻ ഇടയായി തീർന്നു. കാരണം ഹോട്ടലിൽ നിന്ന് പോകാൻ, കച്ചവടം തീരെ കുറഞ്ഞ് ഏകദേശം നിന്ന ഒരവസ്ഥയിലൂടെ ആയിരുന്നു ഞാൻ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു വീട്ടിൽ വരുന്ന സമയത്ത്. ഒത്തിരി കഷ്ടതയായിരുന്നു. സ്തോത്രം. അങ്ങനെ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഇട്ട് ഞാൻ കൂലിപ്പണിക്ക് പോകാൻ ഇടയായി തീർന്നു. സ്തോത്രം. അന്ന് തുടങ്ങി ഞാൻ ഓരോ ജോലിക്ക് കടന്നുപോയി. ഭർത്താവ് രോഗിയാണ്, ചികിത്സിക്കാൻ പണം വേണം, നമുക്ക് പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകണം. അപ്പോഴും കഷ്ടത വന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു പോയി. ഒരു സഹോദരൻ, ഏലിയാസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഇങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, ബിജു സഹോദര, നമുക്ക് ഒരു പ്രാർത്ഥനയ്ക്ക് പോയാലോ? പ്രാർത്ഥനയിൽ കണ്ണിന് കാഴ്ച നൽകുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും എന്ന് ദൈവം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, എടി, നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോവാം. ഒരു സഹോദരൻ വന്ന് വിളിച്ചു, അവിടെ ചെന്നാൽ കണ്ണിന് കാഴ്ച കിട്ടും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. അതിൽ ഒരുപാട് വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആരാധനയ്ക്ക് പോകണമെന്ന്. പക്ഷെ ചേട്ടായിക്ക് ആരാധന എന്നൊന്നും അറിയത്തില്ല, എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, പോകാം, നമുക്ക് നാളെ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച അങ്ങനെ ഞങ്ങൾ ആരാധനയ്ക്ക് ഈ ബ്രദറിന്റെ കൂടെ നെല്ലാട് IPCയിൽ ഞങ്ങൾ കടന്നു പോകാൻ ഇടയായി തീർന്നു. എത്ര സന്തോഷം എന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. അത്രമാത്രം സന്തോഷമായിരുന്നു അന്ന് ഹൃദയത്തിലെ. സ്തോത്രം. എത്ര വർഷത്തെ, 7 വർഷത്തെ ആ ഒരു എന്താ പറയാ, ആ ഒരു ബന്ധനം, അതിൽ നിന്ന് ഞാൻ പുറത്ത് ചാടിയെന്ന് പറയാം. അവിടെ ചെന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരാധന കൂടി. ചേട്ടായിക്ക് നല്ല വിശ്വാസം ഉള്ളിൽ വന്നു. കർത്താവിന് ഇത്രത്തോളം കഴിയുമോ? ഒരുപാട് സാക്ഷ്യങ്ങൾ അവിടെ കേട്ടു. ഈ ദൈവത്തിൽ ഞാനും വിശ്വസിക്കുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും തൊട്ടടുത്ത ആരാധനയ്ക്ക് പോകാൻ മടിയാ. കാരണം ഒരു നാണക്കേടുണ്ടല്ലോ. പെന്തക്കോസ്തിലേക്ക് മാറി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു മാനത്തിന്റെ ഒരു അപ്പൊ ഇവിടെ നമുക്ക് അവിടെ തന്നെ പോയാൽ മതി. ഒത്തിരി ദൂരമാണ് ഞങ്ങള്, കോതമംഗലം, നെല്ലാടിച്ചേരി ദൂരത്തിലാണ്. അപ്പൊ അങ്ങനെ പോവാന്ന് പറഞ്ഞ് 3 ആഴ്ച പോയി. കണ്ണിന് നല്ല മാറ്റം വന്നു. കണ്ണിന് ഒട്ടും കാഴ്ചയില്ല. ഇതൊന്നും ബസിന്റെ ബോർഡ് പോലും വായിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. പക്ഷെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയതോടെ അസുഖങ്ങൾക്കെല്ലാം മാറ്റം വന്നു. മഞ്ഞപ്പിത്തം വളരെ കുറഞ്ഞു വന്നു തുടങ്ങി. കണ്ണിന് കാഴ്ച ലഭിച്ചു തുടങ്ങി.
ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങള് അവിടെ കുറച്ച് ആഴ്ചകൾ ആരാധനയ്ക്ക് കടന്നുപോയി. അപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു, ഇത്രയും ലോങ് പോണം, വണ്ടിക്കൂലി വേണം, അങ്ങനെ പ്രയാസങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് പുന്നേക്കാട് IPC പോവാം. പക്ഷെ പുന്നേക്കാടാണെങ്കിൽ ചേട്ടൻ വരത്തുമില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും കർത്താവേ എന്ന് വെച്ചിട്ട് കുറുപ്പമ്പടി ഷാരോൻ, കുറുപ്പമ്പടിയല്ല, കോതമംഗലം ഷാരോൻ ചർച്ച് ഒരു പാസ്റ്ററുമായിട്ട് ഞങ്ങൾ പരിചയപ്പെടാൻ, ബേബി പാസ്റ്ററായിട്ട് ഒരു സഹോദരൻ ഞങ്ങളെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞങ്ങള് ബേബി പാസ്റ്റർ അടുത്ത് ആരാധനയ്ക്ക് പോയി തുടങ്ങി. പക്ഷെ എന്തിനു പറയുന്നു, കുറച്ചു നാളെ ഈ സൗഖ്യങ്ങളെല്ലാം കിട്ടിയപ്പോ ഫറവോന് പിന്മാറ്റം വന്നതുപോലെ ചേട്ടായി പിന്മാറ്റ അവസ്ഥയിലേക്ക് കടന്നു പോകാൻ ഇടയായി തീർന്നു. സ്തോത്രം. വീണ്ടും മദ്യപാനമെല്ലാം മാറിയ ഹല്ലേലൂയ ചേട്ടായി പിന്നെയും മദ്യപിക്കാൻ തുടങ്ങി. അത് കൂട്ടുകൂടി ഒരാവശ്യത്തിനായിട്ട് ആരെങ്കിലും ഒക്കെ വരുമ്പോ ഇങ്ങനെ മദ്യപിക്കാൻ തുടങ്ങി. മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാധനയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആരാധനയ്ക്ക് പുറകോട്ട് പോകാൻ തുടങ്ങി. ഈ വന്ന വഴിയെല്ലാം മറന്ന് പഴയതിലേക്ക് ചേട്ടായി തിരിച്ചു പോകാൻ ഇടയായി തീർന്നു. പിന്നെയും ഞാൻ സങ്കടത്തിലായി. പക്ഷെ ദൈവം ഒരത്ഭുതം അവിടെ ചെയ്തു. എന്റെ സ്വാതന്ത്ര്യം മുടക്കിയില്ല. ഹല്ലേലൂയ. എന്റെ ആഗ്രഹത്തെ ദൈവം മാനിക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. സത്യം സ്വതന്ത്രമാകുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം അവിടെ നിവൃത്തിയായി. സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ പൊക്കോ, ഞാൻ വരുന്നില്ല. സ്തോത്രം. എന്നാലും ചേട്ടൻ വരാത്തതിൽ ഇച്ചിരി സങ്കടം ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് എന്റെ ദൈവത്തെ ആരാധിക്കാം, എന്റെ മക്കൾക്ക് വചനം പറഞ്ഞു കൊടുക്കാം, എന്റെ മക്കൾക്ക് വചനം വായിപ്പിക്കാം. ഹല്ലേലൂയ. നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. നാം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന വിഷയം, സ്തോത്രം, അത് ദൈവസന്നിധിയിൽ ചെല്ലും, അത് ഒരിക്കൽ നിവൃത്തിയാകും. പക്ഷേ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ഏറെ ആവശ്യമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, സഹിപ്പാനുള്ള കൃപ എനിക്ക് തരണേ കർത്താവേ എന്ന്. സ്തോത്രം. അത്രത്തോളം ദൈവം സഹായിച്ചു, ബലപ്പെടുത്തി, രോഗത്തിൽ നിന്ന് മാറ്റം തന്നു. അപ്പോഴും ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതോടുകൂടി ചേട്ടയുടെ ജോലി ജീവിതം പിന്നെ പറ്റത്തില്ലായിരുന്നു. കാലിൽ നീരായി, പ്രയാസമായി. പിന്നെയും കാലില് ഒരു മുറിവ് വന്നു. അത് ഉണങ്ങുവാൻ 5 വർഷം എടുത്തു. എന്നിട്ടും മാനസാന്തരം വന്നില്ല. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ ഇങ്ങനെ കാലിന് മുറിവ് പരട്ടി 5 വർഷക്കാലം ഒരു കാല് കഴുകി വൃത്തിയാക്കി 2 നേരം കഴുകി കെട്ടാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്തുമാത്രം പ്രയാസങ്ങളാണെന്ന് അറിയാമോ? അപ്പോഴൊക്കെ വേദന കൂടുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വരും, വേദന കുറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വരത്തില്ല. ഞാൻ ശരിക്കും ഫറവോനൊരു മാനസാന്തരം ഉണ്ട്. ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുപോലെ അസുഖങ്ങൾ ബാധ വരുമ്പോ ആരാധനയ്ക്ക് വിട്ടയക്കും, ബാധ മാറി കഴിയുമ്പോൾ ആരാധനയ്ക്ക് വരത്തില്ല. ഞാനിങ്ങനെ എല്ലാ ആഴ്ചയിലും എല്ലാ വർഷവും സാക്ഷ്യം പറയും, ഈ വർഷം എന്റെ ഭർത്താവ് സ്നാനപ്പെടും. പക്ഷെ സ്നാനപ്പെടൂല. 2017 ഹല്ലേലൂയ ഓഗസ്റ്റ് മാസം ഇങ്ങനെ ഇതുപോലെ അസുഖം വളരെ കൂടുതലായി. വളരെ കൂടുതലായി എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഇനി ഈ 25 ലക്ഷം അന്ന് പറഞ്ഞു, ഇന്ന് എത്രയാണെന്ന് അറിയത്തില്ല. ലിവർ മാറ്റി വെക്കാതെ പറ്റത്തില്ല, അന്നിപ്പത്തെ എല്ലായിടത്തും ബാധിച്ചേക്കുവാണ്, അതുകൊണ്ട് വളരെ പ്രയാസകരമാണെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, ദൈവസന്നിധിയിൽ ഇത്രയും അറിഞ്ഞതല്ലേ, ഒരു തീരുമാനം എടുക്കുക. എന്റെ നിർബന്ധത്താലല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നുവെങ്കിൽ സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാമെന്ന ഒരു തീരുമാനം എടുത്താൽ ഇത് മാറും, ദൈവത്തിന് മാറ്റാൻ കഴിയും എന്നൊക്കെ ഞാനിങ്ങനെ വചനം പറയുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ പോവാ. ഹല്ലേലൂയ. ഞാൻ സ്നാനപ്പെടാൻ പോവാ, എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഡേറ്റിന് ബേബി പാസ്റ്റർ, ഞങ്ങൾ കോതമംഗലം സഭയിൽ തന്നെ അവിടെ ചെറിയ കുളമുണ്ട്, ഞങ്ങൾ അവിടെ പോയി ആ തോട്ടിൽ പോയി സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന ആമേൻ കേട്ടു. ഭൗതിക കാര്യങ്ങളല്ല, ആത്മീയ കാര്യങ്ങള്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അന്നാണ് എൻ്റെ ചാച്ചൻ പറഞ്ഞ വാക്യം, നിന്നെ ദൈവം അവിടെ മാനിക്കും, ആ കുടുംബം നീ മുഖേന രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും. ആ വാക്ക് നിവൃത്തിയാകുവാൻ എത്ര വർഷം എടുത്തെന്ന് അറിയാമോ? 15 വർഷം. ഹല്ലേലൂയ. 1 2 മാസമോ വർഷമോ അല്ല. ഹല്ലേലൂയ. അത്രമാത്രം വളരെ ശോധനയിലൂടെയും മരുന്ന് മേടിക്കാനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. അന്ന് മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാതിരുന്ന സമയത്ത് മരുന്ന് വാങ്ങാൻ കർത്താവ് ഒരു സാറിനെ, കോതമംഗലത്ത് കോളേജ് നടത്തുന്ന അജയ് സാറാണ്. ആ സാറ് കണ്ണ് വയ്യാത്തവർക്ക് മരുന്ന് കൊടുക്കുവാൻ അങ്ങനെ ഞങ്ങൾ കേട്ട് അവിടെ കടന്നുപോയി. അങ്ങനെ അതുപോലെ കർത്താവ് ഞങ്ങളെ നടത്തി. സ്തോത്രം. മരുന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നാലും സാറും എന്റെ ഭവനത്തിൽ നിന്ന് എന്നെ സഹായിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങള് ഓരോ ദിവസവും കഴിഞ്ഞു പോന്നു. എന്നാൽ സ്നാനപ്പെട്ടതിന് ശേഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഞങ്ങളുടെ മധ്യത്തിലുണ്ടായി. സ്തോത്രം. എൻ്റെ സഹോദരങ്ങള് ഒക്കെ പറഞ്ഞിരുന്നു, നീ ചേച്ചി വെറുതെ പ്രാർത്ഥിക്കണ്ട, ചേട്ടൻ ഒരിക്കലും മാനസാന്തരം വരാൻ പോകുന്നില്ല, മദ്യപാനവും മാറാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ അവരോടൊന്നും മിണ്ടാൻ പോയില്ല, മൗനമായിരുന്നു. എൻ്റെ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാ, ആ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല, ആ ദൈവം എൻ്റെ പ്രാർത്ഥന ഒരു ദിവസം കേൾക്കും. ആമേൻ. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന
ഏത് വിഷയമായിക്കൊള്ളട്ടെ അതിനൊരു മറുപടി ഉണ്ട്. കർത്താവ് പറയും, സമ്പത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, ആത്മാവിന്റെ മടങ്ങി വരവ്, ആമേൻ, രക്ഷിക്കപ്പെടും, നിത്യജീവൻ അവകാശിയായി തീരണം. അതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. പിന്നെ ആരാധിക്കാൻ ഒരു സ്വാതന്ത്ര്യം, ഇതൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകളാ. ഹല്ലേലൂയ. അവിടെ ദൈവം മാനിക്കുവാൻ ഇടയായി തീർന്നു. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും വചനം അന്ന് ആരാധനയ്ക്ക് പോയ അന്നോട്ട് എൻ്റെ കുഞ്ഞിന് 5 വയസ്സ്, ദൈവത്തിന്റെ വചനം അന്നോട്ട് അവൾ പഠിക്കാൻ തുടങ്ങി. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന എന്തായിരുന്നു? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുക്കുവാൻ ദൈവം വഴി തുറന്നു. എനിക്ക് സ്വാതന്ത്ര്യം തന്നു. എൻ്റെ ഭർത്താവ് സ്നാനപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ പള്ളിയിൽ പോകാൻ ഇടയായി തീർന്നു. അപ്പോഴൊക്കെ ഞങ്ങളെ കളിയാക്കിയിരുന്ന ആളുകൾ പറഞ്ഞു, ഇപ്പോഴാണ് സ്തോത്രം ഹല്ലേലൂയ ബിജു നല്ല ഒരു പൈതലായി മാറി, ഇത്രയും മാറ്റം അവന് വന്നോ എന്ന് മറ്റുള്ളവർ പറയുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പറയട്ടെ. ഹല്ലേലൂയ. 2020 സ്തോത്രം ഹല്ലേലൂയ അവസാനം വന്നപ്പോഴത്തേക്കും കൊറോണ ടൈം വന്നപ്പോൾ ഹല്ലേലൂയ ഈ രോഗം വളരെ മൂർച്ഛിക്കുവാനിടയായി തീർന്നു. ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇന്ന രോഗമാണെന്ന്, ഇത്രയും വഷളായെന്ന് മനസ്സിലായില്ല. ഞങ്ങള് കോതമംഗലത്തുള്ള ഒരു ആശുപത്രി കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഒത്തിരി സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകണം, അവിടെ ഡോക്ടർ ഇല്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് ഡോക്ടറെ സ്തോത്രം ഡോക്ടറെ അടുത്ത് ഞങ്ങൾ ലിസിയിലേക്കാണ്, ലിസിയിലെ ചികിത്സയായിരുന്നു. അവിടേക്ക് ഞങ്ങൾ കടന്നുപോയി. അപ്പോഴൊക്കെ ആംബുലൻസിൽ നടന്നാണ് കയറിയത്. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. സ്തോത്രം. അതിന് ഞങ്ങൾ അവിടെ ചെന്ന് അപ്പൊ തന്നെ അവർ പറഞ്ഞു, വെന്റിലേറ്ററിലേക്ക് മാറ്റണം, വെരി സീരിയസ് ആണ്, ഇനിയിപ്പോ പറ്റത്തില്ല, ഒന്നും ഒരു മരുന്നും എടുക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്നൊക്കെ. വളരെ ഭാരപ്പെട്ടു, വളരെ പ്രയാസപ്പെട്ടു. ആ സമയത്ത് ഞാൻ ഡെങ്കിപ്പനിയാല് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്താണ് ചേട്ടായിയും അഡ്മിറ്റ്, ഞങ്ങൾ രണ്ടുപേരും ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കിടക്കുമായിരുന്നു. സ്തോത്രം. പക്ഷെ പിന്നെ ചേട്ടനെ കൂടെ ഞാൻ അങ്ങോട്ട് കടന്നുപോയി, എൻ്റെ ആങ്ങളെയും കൂടെ പോന്നു. ഞങ്ങൾ രണ്ടുപേരും വളരെ പ്രാർത്ഥിക്കുകയും സ്തോത്രം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഓരോ പ്രാവശ്യം വരുന്ന ബില്ല് കാണുമ്പോൾ 35,000 50,000 അങ്ങനെ ഒരുപാട് ഞങ്ങൾ അവിടെ പ്രയാസപ്പെട്ടു. ആ സമയത്ത് 3-ാം ദിവസം എൻ്റെ അമ്മയ്ക്കും ഡെങ്കിപ്പനി വന്നു, വളരെ സീരിയസ് ആയി. അമ്മയും എൻ്റെ കുഞ്ഞും, വേറെ മാത്യു പാസ്റ്ററും എൻ്റെ കുഞ്ഞും അവിടെ കൂടി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക്. അമ്മയ്ക്ക് സീരിയസ് ആണല്ലോ, ഡെങ്കിപ്പനി ഒരുപാട് കൗണ്ടങ്ങ് താണുപോയി, എത്രയും പെട്ടെന്ന് കൊണ്ടുപോക്കണം പറഞ്ഞു. ഈ അവസ്ഥയിൽ അമ്മ അമ്മേനെ ജനറൽ ആശുപത്രിയിലേക്ക് എൻ്റെ മൂത്ത പൈതലും ഈ മാത്യു പാസ്റ്ററും കൂടി അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന മെയ് മാസം ഒരു 10-ാം തീയതി അവിടെ, അല്ല 6-ാം തീയതിയാണെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. 2020 കൊറോണ ടൈം, ഒരു ബസ്സൊന്നും ഓടുന്നില്ല ആ സമയത്ത്. അങ്ങനെ ഞങ്ങളായിരുന്നു. 7-ാം ദിവസം അവർ പറഞ്ഞു, ഒരു രക്ഷയില്ല, ഒരു മരുന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറയുവാനിടയായി. അങ്ങനെ വെന്റിലേറ്ററിൽ ഊരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളെയും മാതാവിനെയും കൊണ്ടുവന്ന് എൻ്റെ ചേട്ടനെ കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവരെന്നോട് പറയും അവസാനമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അമ്മ എന്നെ ഒന്ന് കാണിച്ചു തന്നില്ലല്ലോ, ഒന്ന് പറയില്ലേ, അത് പറ്റത്തില്ല, അവർ അവസാനമായിട്ട് ജീവനോടെ കാണണമെന്ന് പറഞ്ഞു. അമ്മേനെ ജനറൽ ആശുപത്രിയിൽ നിന്ന് ആ ഒരു അവസ്ഥയിൽ തന്നെ അവിടെ കൊണ്ടുവന്ന് കാണിച്ചു. വെന്റിലേറ്ററിൽ ആയതുകൊണ്ട് ശ്വാസമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരോടൊന്നും ആ സമയത്ത് ഇതൊന്നും പറഞ്ഞില്ല. അവരെ വിളിക്കുമ്പോഴൊക്കെ മനസ്സിലെ സങ്കടങ്ങൾ അടക്കി ഞാൻ പറയും, ചാച്ചന് കുറവുണ്ട് മക്കളെ, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ്. പിന്നീട് ഞാൻ പൊട്ടിക്കരയുവാൻ ഇടയായി തീർന്നു. രക്ഷയില്ല എന്ന് മനസ്സിലായല്ലോ. പക്ഷെ അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞു, കാരണം അവരുടെ അടുത്ത് ആരുമില്ല. എൻ്റെ കുഞ്ഞു കൊച്ചാണെങ്കിൽ അടുത്ത വീട്ടിലെ സീമ ചേച്ചിയുടെ ഭവനത്തിലായിരുന്നു. സ്തോത്രം. അവിടെ ആക്കിയിട്ടാണ് പോയത്. ഹല്ലേലൂയ. അങ്ങനെ മെയ് 20-ാം തീയതി മെയ് മാസം, അല്ല സോറി 12-ാം തീയതി ആയപ്പോഴത്തേക്കും അവര് പറഞ്ഞു, BP വളരെ കൂടുതലാണ്, ഇനി വെന്റിലേറ്ററിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെയും പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. താൻ പ്രിയം വെച്ച കർത്തൃ സന്നിധിയിൽ ആ ദിവസം ചേർക്കപ്പെടുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആകെ തകർന്നു. ഇനി മുന്നോട്ട് എങ്ങനെയെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ പിറ്റേ ദിവസം അടക്ക ശുശ്രൂഷകളെല്ലാം. പക്ഷെ ഞാൻ ഒരുപാട് ഭാരപ്പെട്ടിരുന്ന വിഷയമായിരുന്നു. സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ ഹൈന്ദവ ആചാരപ്രകാരം അടക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ആരൊന്നും മിണ്ടിയില്ല. കാരണം അവസാന കാലത്തെ ജീവിതം അത്രമാത്രം മാറ്റമുള്ളതായിരുന്നു. സ്തോത്രം. അവർ പറഞ്ഞു, ദേവദാസന്റെ ഇഷ്ടപ്രകാരം തന്നെ ഞങ്ങളായിരിക്കുന്ന സെമിത്തേരിയിൽ അങ്ങനെ എല്ലാ അടക്ക ശുശ്രൂഷ പ്രാർത്ഥനയോടുകൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. താൻ പ്രിയം വെച്ച കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ടതിന് ശേഷം ഞാൻ ഒരുപാട് ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ആ വിഷമങ്ങൾ മനസ്സിലാകുമെന്ന് ചിന്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഞാൻ നേരിട്ട മറ്റൊരു സാഹചര്യമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ സഹോദരിയുടെ ഭർത്താവ്, എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. അവരിങ്ങനെ സങ്കടമൊക്കെ വിവരം അന്വേഷിക്കാനൊക്കെ വരും, എല്ലാവരും കടന്നു പോകും. പക്ഷെ ഇനി എങ്ങനെ മുന്നോട്ട്, നിന്റെ ദൈവം എവിടെ,
ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഞാൻ ആകെ തകർന്നുപോയി. ഹല്ലേലൂയ. നീ എന്തിന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുന്നു? നിന്റെ ഭർത്താവിനെ ഹല്ലേലൂയ ദൈവം കൊണ്ടുപോയി. ഇനി എന്തിനാ നീ പഴയ വിശ്വാസത്തിലേക്ക് മടങ്ങി വാ. ഇതിലൊന്നും നിന്നിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. അവർക്കറിയില്ല ദൈവം നമ്മൾ എന്തിനാ ദൈവത്തിൽ നമ്മൾ എന്തിനാ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, നമ്മുടെ പ്രത്യാശ എന്താണെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിച്ചത്. പക്ഷെ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്, നമ്മുടെ വാഗ്ദത്തം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ദൈവത്തിന്റെ വാഗ്ദത്തമോ നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ സത്യം എനിക്കറിയാം, പക്ഷെ എന്റെ കൂടെയുള്ളവർക്ക് അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്റെ മാതാവും പിതാവും ഒക്കെ എന്റെ കൂടെയുണ്ട്. ഇവരൊക്കെ എന്നോട് പറയുകയാണ്, നീ മടങ്ങി വരണം, നീ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ എന്തു മറുപടി പറയും? എന്റെ പിതാവിനെ എനിക്ക് വീണ്ടും ധിക്കരിക്കേണ്ടി വരും. എന്റെ പിതാവിനോട് എതിർത്ത് എനിക്ക് സംസാരിക്കേണ്ടി വരും. ഞാൻ എന്ത് ചെയ്യും കർത്താവേ എന്ന് ആമേൻ ഒരുപാട് പ്രാർത്ഥിച്ചും കരയും. വേർപാടിന്റെ ദുഃഖവും ഈ ആലോചിക്കുന്ന ദുഃഖവും, കർത്താവെ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചിന്തയും എല്ലാം കൊണ്ട് ഭയങ്കര ഭാരത്തിലും പ്രയാസത്തിലും ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അച്ഛൻ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് പോകാൻ നേരത്ത് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, എന്തായാലും ഞാൻ എൻ്റെ ഹൃദയത്തിലെ തീരുമാനമെടുത്തു, ഞാൻ അറിഞ്ഞ ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കും. ഹല്ലേലൂയ. കാരണം അത്ര കഷ്ടതയിലൂടെ കടന്നുപോയി. എത്രമാത്രം 2-2.5-3 ലക്ഷം രൂപ ഞാൻ ആശുപത്രിയിൽ അടച്ച് പട്ടിണിയില്ലാതെ കടന്നു പോകുന്ന ഒരു ചെറിയ ഭവനമായിരുന്നല്ലോ എൻ്റെ കുടുംബം. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന കുടുംബം. അവിടെ ഇത്രയും ലക്ഷം ആരടച്ചു? സ്വർഗത്തിലെ ദൈവം. കുറച്ച് കടമുണ്ടായിരുന്നു, കുറച്ചൊക്കെ കുടുംബശ്രീക്കാർ അടച്ചു, കുറച്ച് എൻ്റെ കൂട്ടുകാർ സഹായിച്ചു, എന്റെ ഭവനത്തിൽ നിന്ന് അങ്ങനെയൊക്കെ ആണെങ്കിലും കടമുണ്ടായിരുന്നു. സ്തോത്രം. എങ്കിലും ഈ 3 ലക്ഷം രൂപ അടയ്ക്കുവാൻ മനുഷ്യന് കഴിയത്തില്ല, ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. എത്ര കഷ്ടത വന്നാലും നമ്മുടെ ദൈവം പരീക്ഷയ്ക്ക്, നമുക്ക് സഹിക്കാൻ കഴിയുന്ന പരീക്ഷ ഇന്നതെന്ന് കർത്താവിന് അറിയാം. അതിന് അപ്പുറത്തേക്ക് ഒരു പരീക്ഷ ദൈവം നമുക്ക് തരത്തില്ല. അതിനുവേണ്ടി കർത്താവ് ഒരു പോക്കുവഴിയും കൽപ്പിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ, കർത്താവ് ഒരു പരീക്ഷ എന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പോക്കുവഴിയും കർത്താവ് തന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ ബില്ലിൽ അടച്ച് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ആ കഷ്ടതയിലും കൂടിയ എന്റെ കർത്താവ. അക്കൗണ്ടിൽ 0 ബാലൻസാ, പക്ഷെ എടുക്കാൻ ചെല്ലുമ്പോ 35,000 കിടക്കുന്നു. എങ്ങനെ കിടക്കുന്നു എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ആർക്കും കഴിയത്തില്ല. കാരണം നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറത്താ കർത്താവ് എനിക്ക് അന്ന് അവിടെ ചെയ്തു തന്നു. നമുക്ക് വിവരിക്കാൻ, എൻ്റെ ആങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ഒരക്ഷരം പോലും മിണ്ടിയില്ല. കാരണം ഇത് കണ്ടിട്ട് അവന് മിണ്ടാൻ പറ്റിയില്ല. അത്ര ദൈവത്തിന്റെ ശക്തി അവനവിടെ മനസ്സിലായി എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ ചടങ്ങുകളും കാര്യങ്ങളും കഴിയുവാൻ കർത്താവ് സഹായിച്ചു. അപ്പോൾ ആ ദൈവത്തെ എന്ത് ചെയ്യണം? ഞാൻ മുറുകെ പിടിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരെയൊക്കെ ധിക്കരിക്കേണ്ടി വന്നാലും ഈ ദൈവത്തെ വിട്ടൊരു യാത്ര എന്റെ ജീവിതത്തിൽ ഇനി ഇല്ല എന്ന് തീരുമാനമെടുക്കാൻ ഇടയായി തീർന്നു. എന്റെ പിതാവ് കടന്നു പോകുന്ന സമയം ഞാൻ പേടിച്ചായിരിക്കുന്നത്. ഉള്ളിൽ ഭയങ്കര പേടി. അച്ഛൻ പറയാണ്, അച്ഛനെതിരാന്ന് ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, നീ മടങ്ങി വരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛനെ ധിക്കരിക്കേണ്ടി വരും, അച്ഛനെ പുറത്താക്കേണ്ടി വരും, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ അതൊക്കെ തെറ്റാണല്ലോ, ഞാൻ എന്ത് ചെയ്യും? വളരെ ഭാരപ്പെട്ടു. പക്ഷെ ഇറങ്ങാൻ നേരത്ത് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ഭർത്താവ് കർത്താവിൽ വിശ്വസിച്ച മരിക്കാൻ ഇടയായത്, അതുകൊണ്ട് ആ വിശ്വാസത്തെ നീ മുറുകെ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. എനിക്ക് ആ വാക്കുകൾ അച്ഛനിൽ നിന്ന് കേൾക്കുവാൻ ഇടയായപ്പോൾ, അച്ഛൻ ഏറ്റവും എതിരായിരുന്നു എന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഞാൻ സ്നാനപ്പെട്ടപ്പോൾ പോലും പ്രാർത്ഥിച്ചത് എന്താണെന്ന് അറിയാമോ? സിംഹത്തിന്റെ വായടച്ച ദൈവം, ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഇട്ടപ്പോ സിംഹത്തിന്റെ വായടച്ച ദൈവം എന്റെ അച്ഛന്റെ വായ അടയ്ക്കണം. ഞാൻ സ്നാനപ്പെട്ടതും എന്റെ ആഭരണങ്ങൾ ഊരിയതും എന്തിനെന്നും എന്റെ അച്ഛൻ ചോദിക്കരുത്. ദൈവമക്കളെ ഇതുവരെയും ചോദിച്ചിട്ടില്ല എന്നോട്. നമ്മുടെ പ്രാർത്ഥന ഇതാ, വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച ആ വചനം അവിടെ നിവൃത്തിയാകും. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ ഇതുവരെയും ചോദിച്ചിട്ടില്ല നീ എന്തിനാ സ്നാനപ്പെട്ടതെന്നോ, എന്തിനാ ആഭരണം ഊരിയതെന്നോ, ഇതുവരെയും ചോദിച്ചിട്ട്. വഴക്ക് പറയും, നന്നായിട്ട് വഴക്ക് പറയും, എന്നെ ചീത്ത പറയും, ചെല്ലുമ്പോഴൊക്കെ ചീത്ത പറയും, എന്നാലും ഞാനൊന്നും മിണ്ടത്തില്ല. പക്ഷെ ഈ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്റെ ഭർത്താവ് മരിച്ചു പോയെങ്കിൽ എന്നെ ജീവിച്ചിരിക്കുന്ന പിതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇനി എനിക്ക് എന്റെ അച്ഛന്റെ വാക്കിന് അപ്പുറത്തേക്ക് ഒരു വാക്കില്ല. ഹല്ലേലൂയ. അനിയന്മാര് പറഞ്ഞാലും, അനിയൻ പറഞ്ഞാലും, സ്വന്തക്കാര് പറഞ്ഞാലും അവരുടെ വാക്കിന് ഞാൻ മാനിക്കത്തില്ല. ഞാൻ എടുത്ത തീരുമാനത്തിൽ ഞാൻ ഉറച്ച് മുന്നോട്ട് പോകും എന്ന് ഉറച്ച തീരുമാനം എടുക്കാൻ ഇടയായി തീർന്നു. അന്ന് വലിയ സന്തോഷമായി. എന്റെ പ്രാർത്ഥനയിൽ ഒരു അല്പം ആശ്വാസം എനിക്ക് തോന്നി. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ഹല്ലേലൂയ, ഞങ്ങളുടെ ഭവനം
വളരെ ചോരുന്ന ഒരു ഭവനമായിരുന്നു, ചെറിയൊരു ഭവനമായിരുന്നു, വാതിൽ പോലും ഇല്ല. കക്കൂസിന്റെ ബാത്റൂമിന്റെ വാതിലാണ് ഞങ്ങളുടെ ഫ്രണ്ട് വാതിലായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. കാരണം ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും, അവര് ഒരാൾ 10ാം ക്ലാസ് കഴിഞ്ഞു, ഒരാൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ സമയത്താണ്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുന്ന സമയം മാതാവും കൂടെയുണ്ട്. എങ്കിലും ഞാൻ ഇട്ടിട്ട് പോകുമ്പോൾ എൻ്റെ മക്കൾക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലല്ലോ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3ാം മാസം തൊട്ട് ഞാനൊരു കടയിൽ കടന്നു പോകാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ പോയി വരുന്ന സമയം ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനു മുമ്പ് എഴുതി വെച്ചിരുന്ന എന്റെ ഭവനം പണി നടക്കണേന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അത് നടക്കാതെയും വന്നു. ചേട്ടായി മരണപ്പെട്ടു പോയപ്പോ എന്റെ ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റ് വന്ന് എന്താന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചതെല്ലാം വെട്ടിക്കളഞ്ഞു. ഞാൻ എഴുതി വെച്ചത് ഇനി ഇതൊന്നും വിഷയത്തിനൊന്നും, അത് ആ വേദനായിരിക്കുന്ന സമയത്ത് ചെയ്ത പരിപാടിയാണ്, അതെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു. പക്ഷെ ഒരു വ്യക്തി അതിനു വേണ്ടി കടന്നു വന്നു. റോട്ടറി ക്ലബ്ബുകാർ ഞങ്ങൾക്ക് ഭവനം പണിയാന്ന് പറഞ്ഞ് കടന്നു വന്നപ്പോൾ ഞാൻ ഓർത്ത്, കർത്താവ് ഞാൻ എന്ത് പണിയാ കാണിച്ചു, ഇതെല്ലാം വെട്ടിക്കളഞ്ഞല്ലോ, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ആ പ്രാർത്ഥനാ വിഷയം വീണ്ടും എഴുതാൻ തുടങ്ങി. ആ എഴുതിയതുപോലെ തന്നെ ഇങ്ങനെ എഴുതിയത്, ഹല്ലേലൂയ, ഞങ്ങളുടെ ഭവനം പണിയാൻ ഒരു വ്യക്തിയെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണം. ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. അതുകൊണ്ട് ആ വ്യക്തിയിലൂടെ ഞങ്ങൾക്കൊരു ഭവനം, എന്തിനെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു വാതിൽ മതി കർത്താവ്, കൂടുതലൊന്നും വേണ്ട, ഒരേ ഒരു വാതിൽ, നല്ല വാതിൽ, ഉറപ്പുള്ള വാതിൽ, അത് മാത്രം പ്രാർത്ഥിച്ചു. പക്ഷെ എന്റെ കർത്താവ് ചെയ്തതെന്തെന്നറിയാമോ? ഹല്ലേലൂയ. ഞാൻ വീണ്ടും എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ റോട്ടറി ക്ലബ്ബുകാർ മാറിപ്പോയി. അവര് പറഞ്ഞ് 2 ലക്ഷം രൂപയെ തരത്തുള്ളൂ എന്ന്. പക്ഷെ ഞങ്ങളുടെ സ്തോത്രം ഞങ്ങളുടെ കടയിൽ അറിയുന്ന ഒരു സഹോദരനാണ്. അപ്പൊ ആ സഹോദരൻ ഇങ്ങനെ ഞങ്ങളോട് പറയാനിടയായി തീർന്നു, ഭവനം പണിത് ചേച്ചിക്ക് ഒരു ഭവനം പണിത് തരാം, 4 ലക്ഷം രൂപ തരാം, ബാക്കി പൈസ 2 ലക്ഷം രൂപയും കൂടി ചേച്ചി എടുക്കുവാണെങ്കിൽ ഇന്ന രീതിയിൽ ഞങ്ങൾ പണിത് തരാമെന്ന്. അപ്പൊ ഞങ്ങളുടെ ദേവദാസനുമായിട്ട് കണ്ടു, ആലോചിച്ചു. അങ്ങനെ വീടിന്റെ പണി കൊറോണ സമയത്ത് അത് തുടങ്ങുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ വലിയ കരം. 1 രൂപ പോലും എടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ വളരെ മനോഹരമായ ഒരു ഭവനം അവിടെ പണിതെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അത് പറയട്ടെ, അതുപോലെ ഞാൻ വീടിന്റെ കാര്യം പറയുകയാണെങ്കിൽ 1 മണിക്കൂർ പറഞ്ഞാലും സാക്ഷ്യം തീരത്തില്ല. അതുപോലെ പറയണമെങ്കിൽ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭവനം പണിയ ഇച്ചിരി പൊക്കിയാണ് പണിതത്. സ്തോത്രം. അപ്പോൾ തറ ഏകദേശം 3 നില തറയുടെ മേളിലാണ് വീട് വന്നത്. അതിന്റെ അത്രമാത്രം താഴ്ന്നു കിടക്കുന്ന ആ നിലത്തില് അത്രയും പൊങ്ങണമെങ്കിൽ 10 സെന്റ് സ്ഥലത്തില് എന്തോരം മണ്ണ് ഉള്ളിലും പുറത്ത് ഇടണമെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പക്ഷെ ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് മുമ്പേ കർത്താവ് ചിന്തിച്ചു. ഒരു ലോഡ് മണ്ണിന് 5000 രൂപ, 300 അടിക്ക്. സ്തോത്രം. ആ സമയത്ത് ഒരു പൈസ പോലും മുടക്കാതെ വണ്ടിക്കൂലി മാത്രം, കൊറോണ സമയത്ത് ഒരു വണ്ടി പോലും ഓടാത്ത സമയത്ത് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാറമട തുറന്നു തന്നു. സ്തോത്രം. ഹല്ലേലൂയ. പണിക്കാർ വന്ന് വാടകയ്ക്ക് താമസിക്കുക. പിന്നെ ഈ സഹോദരൻ പറഞ്ഞു, പെട്ടെന്ന് പണി തീർക്കണം, മണ്ണിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഇവിടുന്ന് മണ്ണ് കൊടുക്കാൻ ഒരു വണ്ടി ഓടത്തില്ല കർത്താവേ, ഇനി എന്ത് ചെയ്യും? അപ്പൊ ഇന്ന ഒരാള് പറഞ്ഞ് ഇന്ന സ്ഥലത്ത് ചെന്ന് ഒരു പൈസ പോലും മണ്ണിന് കൊടുത്തില്ല. സ്തോത്രം. അകത്തിടാനുള്ള മണ്ണിന് പൈസയൊന്നും കൊടുത്തില്ല. 1250 രൂപ വണ്ടിക്കൂലി മാത്രം, അതും 25,000 രൂപ ആയതേ ഉള്ളൂ. പക്ഷെ ഏകദേശം എത്ര ലക്ഷം രൂപ അതിനകത്ത് വരണമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്ക്. കർത്താവ് ചെയ്ത വലിയ അത്ഭുതങ്ങളിൽ ഒന്നാ. ഹല്ലേലൂയ. അങ്ങനെ അത് ഇട്ട് അതിന്റെ പണി ചുറ്റും ഒന്നും ചെയ്തിട്ടില്ല, ചുറ്റൊക്കെ അങ്ങനെ തന്നെ കിടക്കുക. പക്ഷെ അതിനും ദൈവം വഴി തുറന്നു. അമേരിക്കയിലുള്ള എൻ്റെ അന്നിപ്പോ അതുപോലെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ രാത്രി ആമങ്ങളിൽ പ്രാർത്ഥിക്കും. ആ സഹോദരിക്ക് ഉറക്കം കൊടുക്കുന്നില്ല. ഹല്ലേലൂയ. എന്റെ കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ എന്റെ നമ്പർ അറിയില്ല അവർക്ക്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഒരു പരിചയവും ഇല്ല. സ്തോത്രം. അവർക്ക് ഉറക്കമേ കൊടുക്കുന്നില്ല. എന്നിട്ട് എന്നെ പരിചയമുള്ള ആരാന്ന് അവരുടെ ഗ്രൂപ്പിൽ ചോദിച്ച്, അവരോട് ചോദിച്ച് എന്റെ നമ്പർ വിളിച്ച് അറിഞ്ഞ് എന്നെ വിളിച്ചു. അപ്പൊ ഈ നമ്പർ അതൊക്കെ എനിക്ക് കിട്ടി. എന്റെ സുന്ദ ചേച്ചി, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ചേച്ചിയുടെ മുഖം എന്റെ മനസ്സിലേക്ക് വരിക. അവര് വളരെ ബന്ധനത്തിൽ കിടക്കുന്ന ഒരു കൊച്ചാണ് കേട്ടോ. അവർക്ക് പൈസയുടെ ഒന്നും ഒരു സ്വാതന്ത്ര്യം അതിനില്ല. പക്ഷെ അവരുടെ അനിയത്തിയോട് പറഞ്ഞ്, ആമേൻ, സ്തോത്രം. അപ്പൊ കൊറോണയൊക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പട്ടിണിയാ, അപ്പൊ ഇച്ചിരി കരിയൊക്കെ മേടിക്കാം എന്നൊക്കെ ചിന്തിച്ച് അവർ ഇങ്ങനെ കുറെ സംസാരിച്ച് സഹായമൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് എന്നോട് അക്കൗണ്ട് നമ്പറൊക്കെ മേടിച്ചു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ആ മണ്ണിടാനുള്ള പൈസ ഹല്ലേലൂയ ആ സഹോദരി മുഖാന്തരം ഒരുക്കി തരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിന്റെ ഓരോ പണിയില് കതക്, ജനല് എല്ലാം ഓരോരുത്തരാല് ഹല്ലേലൂയ അവിടെ എത്തിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ദൈവം അതിമനോഹരമായിട്ട് ഓരോ വ്യക്തിയെ ഏൽപ്പിച്ച് ചെയ്തതുപോലെ തന്നെ അത് ചെയ്തെടുക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ഒരു വാതില എന്റെ കർത്താവിനോട് ചോദിച്ചു. പക്ഷെ കർത്താവ് കാനാവിലെ കല്യാണത്തിന് വീഞ്ഞൊരുക്കിയതുപോലെ കർത്താവ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഹല്ലേലൂയ അത് ഏറ്റവും നല്ലതായിരിക്കും.
ഹല്ലേലൂയ. അങ്ങനെ മനോഹരമായ ഒരു ഭവനം പണിതീർത്തെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. എല്ലാ കാര്യത്തിനും ഓടി നടക്കുവാൻ ഹല്ലേലൂയ എനിക്ക് എങ്ങനെ കഴിഞ്ഞെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. എൻ്റെ അമ്മ തറയ്ക്ക് വെള്ളമൊഴിക്കാൻ പോയപ്പോൾ വീണ് അമ്മയുടെ കാല് പൊട്ടുവാൻ ഇടയായി തീർന്നു. പിന്നീട് അമ്മ എഴുന്നേൽക്കുന്നത് വീട് പണി തീർന്ന് പെരകീർ താമസത്തിന്റെ അന്നാണ് അമ്മ പയ്യെ പയ്യെ നടന്നു തുടങ്ങിയത്. സ്തോത്രം. എല്ലാ കാര്യങ്ങളും, ഭവനത്തിലെ കാര്യങ്ങള്, വീട്ടിലെ കാര്യങ്ങള്, അമ്മൻ കടയിൽ പോകണം, കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ നോക്കണം, എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് ഒരു ബലം തന്നു, കർത്താവ് ഒരു ശക്തി തന്നു. അത് നമ്മുടെ ദൈവത്തല്ല സാധ്യമായ ഒരു കാര്യവുമില്ല. നമ്മുടെ ആശ്രയം എവിടെയായിരിക്കണം? നമ്മുടെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ നാം ലജ്ജിച്ചു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം വന്നു, അപ്പൊ ഒത്തിരി ഭാരപ്പെട്ടു. ഹല്ലേലൂയ. നഴ്സിംഗിന് വിടുവാൻ കഴിഞ്ഞില്ല. എങ്കിലും അവള് BSc ബയോടെക്നോളജി പഠിച്ചു. ഹല്ലേലൂയ. ഈ വർഷം കഴിഞ്ഞ വർഷം അത് പൂർത്തിയാക്കി. അതിന് ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. പിന്നീട് ഇപ്പോ ട്രെയിനി ആയിട്ട് ഒരു ജോലിയിലായിരിക്കുന്നു. കാക്കനാട് ഒരു കമ്പനിയിലാണ് ജോലി പോയിരിക്കുന്നത്. ഒരാഴ്ച ആയതേ ഉള്ളൂ. സ്തോത്രം. ഇളയ കുഞ്ഞ് +2 പഠിക്കുന്നു. എൻ്റെ മാതാവും കൂടെയുണ്ട്. എൻ്റെ മാതാവ് വിശ്വാസത്തിലേക്ക് വന്നു, രക്ഷിക്കപ്പെട്ടു. അടുത്ത സ്നാനം ആണ്. ഹല്ലേലൂയ. സ്നാനപ്പെടുവാനും ദൈവം സഹായിക്കും. ഹല്ലേലൂയ. അതും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് എൻ്റെ അനുജൻ, എൻ്റെ ഭർത്താവിന്റെ അനുജനും അനുജത്തിയും വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അതൊരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ. അവരൊക്കെ എന്നെ അപമാനിച്ചെന്ന് വെച്ചാൽ അവർക്ക് അറിയില്ല, അതുകൊണ്ടാണ് അവരെ കുറ്റം പറയുന്നില്ല. സ്തോത്രം. എന്ന് വെച്ചാൽ അവർക്ക് ഈ ദൈവത്തിന്റെ മഹത്വം അറിയത്തില്ല. അതുകൊണ്ടാണ് അവരെന്നോട് പറഞ്ഞത്, വെറുതെ പ്രാർത്ഥിക്കുന്നതാ, ചേട്ടന് ഒരു മാറ്റവും വരത്തില്ലെന്ന്. പക്ഷെ ചേട്ടന് മാറ്റം വന്നു. അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയപ്പോ ദൈവം നമ്മെ ആത്മീയമായ ആദ്യം മുന്നേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കുന്നതല്ലേ കർത്താവിന്റെ വചനം പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് അവന്റെ രാജ്യവും നീതി ആണെങ്കിൽ അതിന്റെ പുറകെ നമുക്ക് എന്ത് വേണമെന്ന് അപ്പൻ അറിയാം. ഹല്ലേലൂയ. ഒരു മക്കളുടെ ആവശ്യം പിതാവ് അറിഞ്ഞ് പ്രവർത്തിക്കുന്നത് പോലെ നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം ദൈവം എന്നെ വഴി നടത്തി. ആ ദൈവത്തിൽ ആശ്രയിച്ച് ഇപ്പോഴും ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എൻ്റെ അനുജൻ വിശ്വാസത്തിലേക്ക് വന്നത് ഒരു വാക്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവനൊരു മദ്യപാനിയായിരുന്നു. എന്നാൽ അവന് ആ ഭയത്തിന്റെ ബന്ധനം, ഭയം വന്നിട്ട് അവന് മുന്നോട്ട് പോകുവാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ വന്നപ്പോ എൻ്റെ അടുത്ത് ആദ്യമേ വിളിച്ചത് എന്നെയാണ്, ആരോടും പറയാതെ എന്നെ വിളിച്ച് ഞാൻ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. ഒരാഴ്ച അവിടെ നിർത്തി. ആ ഭയം അവനെ വിട്ട് മാറിപ്പോയി. മദ്യപാനം മാറി. അവരിപ്പോ കുടുംബമായ ദേവി ആരാധനയ്ക്ക് കടന്നു പോകും. തൊടുപുഴയിലാണ് അവർ ആരാധനയ്ക്ക് കടന്നു പോകുന്നത്. അങ്ങനെ അവർ കടന്നു പോകുന്നു. ഇനി എൻ്റെ സഹോദരിയുണ്ട്, അവർ വരണം. എൻ്റെ മാതാവ്, പിതാവ്, എൻ്റെ സഹോദരനും സഹോദരിയും ഒക്കെ ദൈവത്തെ അറിഞ്ഞതാണ്. അവർക്ക് ദൈവത്തെ അറിയാം. പക്ഷെ അവർ പാരമ്പര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. സ്തോത്രം. അതിൽ നിന്ന് ദൈവം വിടുവിച്ചെടുക്കേണ്ടതിന് ഈ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പിന്നെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതാവസാനത്തോളം ദൈവത്തിന്റെ വേല എത്രത്തോളം എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണോ എനിക്ക് കിട്ടുന്നത്, അത് മതി കർത്താവ്. ഹല്ലേലൂയ. അത് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദൈവമക്കളുടെയും വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലിരിക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം കർത്താവിന്റെ ദാസിയിൽ കൂടി നമുക്ക് കേൾക്കുവാൻ ഇടയായി. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് താൻ ചുരുക്കി പറഞ്ഞത്. വലിയ അനുഭവ സാക്ഷ്യം തന്റെ ദാസിയുടെ ജീവിതത്തിലുണ്ട്. കേട്ടല്ലോ, നീണ്ട 15 വർഷത്തെ പ്രാർത്ഥനയുടെ മറുപടികൾ നിന്ദിച്ചവരുടെ നടുവിൽ മാനിച്ച ദൈവം, നമ്മുടെ ദൈവം ജീവിക്കുന്നു. നമ്മുടെ ദൈവം ജീവിക്കുന്നു. ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം ഹല്ലേലൂയ ജീവനുള്ളവനാണ്. അതുകൊണ്ട് ആമേൻ, തന്റെ ദാസിയിൽ കൂടി കേട്ട സാക്ഷ്യം, ഈ സാക്ഷ്യങ്ങൾ കേൾക്കപ്പെടുന്ന ഓരോരുത്തർക്കും, എന്റെ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏതൊക്കെ സഹോദരിമാരുണ്ടോ, പ്രിയപ്പെട്ടവരുണ്ടോ, വേർപാട് ദുഃഖവും രോഗങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിന്റെ പാന്താവിൽ ആഞ്ഞടിച്ചപ്പോഴും അവിടെ ഒക്കെയും തളർന്നു പോകാതെ നിലനിൽക്കുവാൻ കാരണം എന്താണ്? ജീവനുള്ള കർത്താവിനെ കണ്ടെത്തുവാൻ, യേശു ക്രിസ്തുവിനെ അറിയുവാൻ തനിക്ക് ലഭിച്ച ഭാഗ്യമാണ്. തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് കേട്ടല്ലോ, നീണ്ട 10-20 വർഷക്കാലം ജീവനില്ലാത്ത ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നടന്ന സമയത്ത് ഇതൊന്നും അറിയാതെ ഇരുന്നപ്പോൾ സത്യദൈവം ആരെന്നറിഞ്ഞ് സത്യദൈവത്തിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്തപ്പോൾ പ്രതിസന്ധികളും പരിശോധനകളും ജീവിതത്തിൽ ഉണ്ടായി എങ്കിലും അതിനെ അതിജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകി തന്റെ മകളെ സഹായിച്ചു. അനുഗ്രഹീതമായ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു.
കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും തന്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും ദൈവം തന്റെ ചിറകടിയിൽ ഭദ്രമായി പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു വാക്ക് തന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഒത്തുചേർന്ന് അങ്ങയുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേക കഷ്ടങ്ങളിലൂടെ ഈ നല്ല ചെറുപ്പകാലത്തിൽ കടന്നു പോകേണ്ടി വന്നുവെങ്കിലും നല്ല യൗവനത്തിൽ തന്നെ സ്വന്തം രക്ഷകനായിട്ടും ജീവനുള്ള ദൈവത്തെ സ്നേഹിക്കുവാനും ഉള്ളത്തിൽ കൈക്കൊള്ളുവാനും ഭാഗ്യം ലഭിച്ചല്ലോ. ഒരു നിത്യരാജ്യത്തിന്റെ ഉടമയായി തീരുവാൻ കർത്താവ് ഒരുക്കി. മാത്രമല്ല, തന്റെ ഭർതൃകുടുംബത്തിലുള്ളവരെയും തന്റെ കുഞ്ഞുങ്ങളെയും അനേകരെ കർത്താവെ ഈ ദൈവിക കൃപയിലേക്ക് കൊണ്ടുവരുവാൻ ഭാഗ്യം കൊടുത്തല്ലോ കർത്താവെ. അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മകളെ വീണ്ടും ശക്തീകരിക്കണം. അവിടുത്തെ ഹിതപ്രകാരം അങ്ങയുടെ വേല ചെയ്യുവാൻ തന്റെ മകളെ സഹായിച്ചാട്ടെ. അതിനായിട്ട് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിന്നെയും ദൈവം അനുവദിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാം. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ബൈ.